ധർമ്മസ്ഥലയെ പെൺകുട്ടികളെ കൊന്നു കുഴിച്ചു മൂടുന്ന സ്ഥലമായി മാറ്റി ചിത്രീകരിക്കാനായി ആർക്കൊക്കെയോ വലിയ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഒരു കേസിൽ ആദ്യത്തെ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. അറസ്റ്റ് നടത്തിയത്, അതായത് അറസ്റ്റ് ചെയ്തതാകട്ടെ മഹേഷ് തിമ്മറോടി എന്ന് പറയുന്ന മഹേഷ് റെഡ്ഡി തിമ്മറോടി എന്ന് പറയുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ തലവനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒന്നുമല്ല, ഇതിനു പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഇയാളുമായി ചേർന്നുകൂടി കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ അറസ്റ്റ്. മറ്റു ചില വ്യക്തികൾ കൂടി ഇതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്ന് സുജാത ഭട്ടാണ്. സുജാത ഭട്ട്, യൂട്യൂബർ സമീർ റെഡ്ഡി, പിന്നെയുള്ളത് മനാഫ്, ഷിരൂരിലെ ലോറി ഉടമ മനാഫിനൊക്കെ എന്താണ് ഈ ഒരു വിഷയത്തിൽ കാര്യം എന്നുള്ളത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ഭൂമി കച്ചവട മാഫിയ, ഈ മാഫിയ ഉണ്ട്. ഇതിനു പിന്നിൽ മതപരിവർത്തന ലോബിയുണ്ട്, പിന്നീട് അർബൻ നക്സലുകളുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ പലർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നാവില്ല. വാർത്തകളൊക്കെ ഒതുങ്ങിത്തുടങ്ങി. ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ പുറത്തുവിടാനോ ആർക്കും താല്പര്യമില്ല. ഇപ്പോൾ തന്നെ നോക്കുക, സുജാത ഭട്ട്, അവരുടെ മകളെ കാണാനില്ല, അനന്യ ഭട്ടിനെ കാണാനില്ല. 2003 കാണാതായതാണ്. അതിനിടയിൽ ഇവർക്ക് യാതൊരു തരത്തിലുമുള്ള പരാതിയും അതേക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയം വളരെ ആളിക്കത്തുന്ന സമയത്താണ് സുജാത ഭട്ട് എന്ന് പറയുന്ന അമ്മ അവിടെ കടന്നു വരുന്നത്. പറയുന്നത് ആരെയും വേദനിപ്പിക്കുന്ന കാര്യമാണ്. സ്വന്തം മകളെ കാണാനില്ല, ഇനി അവളെയും ഇത്തരത്തിൽ ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. എല്ലാവരും, മനസാക്ഷിയുള്ളവരെല്ലാവരും തന്നെ ആ അമ്മയ്ക്കൊപ്പം നിന്നു. പക്ഷെ ആ അമ്മ ചില്ലറക്കാരിയല്ല എന്നുള്ളതാ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവർക്ക് യൂട്യൂബർ സമീറുമായി ചേർന്നുകൊണ്ടുള്ള ചില പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ഇവർ അവിടെ കടന്നു വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ ഒരു അർബൻ നക്സലായിരുന്നു എന്നുള്ള വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ ക്ഷേത്രം നിലകൊള്ളുന്ന ബെൽത്തങ്ങാടി, കലസ എന്നീ പ്രദേശങ്ങളിലെത്തിയിട്ടുള്ള സുജാത ഭട്ടിന്റെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ്. ഈ പറയുന്ന സുജാത ഭട്ട് മാവോയിസ്റ്റ് പ്രവർത്തകയാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. ഇവർ നക്സൽ വിരുദ്ധ സേന തയ്യാറാക്കിയ അർബൻ നക്സലുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് പുതിയ വിവരം. നഗരങ്ങളിൽ ജീവിക്കുന്ന തീവ്രമായിട്ടുള്ള ഇടത് നിലപാടുകൾ ഉള്ളവരാണ് ഈ അർബൻ നക്സലുകൾ എന്ന ഗണത്തിൽ പെടുന്നത്. ഇവർ ചിലപ്പോൾ ജേർണലിസ്റ്റുകളായിരിക്കാം, കോളേജ് പ്രൊഫസർമാരായിരിക്കാം, അങ്ങനെ ഉന്നത ശ്രേണിയിൽ ജോലി ചെയ്യുന്നവർ ആയിരിക്കാം എന്നുള്ളതാണ്. വളരെ സൈദ്ധാന്തികമായി സംസാരിക്കാനൊക്കെ കഴിയുന്ന, അതിനൊക്കെ പ്രാപ്തി ഉള്ളവരാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്ര നഗരിയെ ഇല്ലാതെയാക്കുക എന്നുള്ളത് ഈ മാവോയിസ്റ്റ് നക്സൽ വിഭാഗങ്ങളിൽ പെട്ടവരുടെ കൂടി ഒരു അജണ്ടയാണ്. ഇവരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു നീക്കം നടത്തി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. സുജാത ഭട്ടിന്റെ നീക്കങ്ങളൊക്കെ ഇപ്പോൾ നക്സൽ വിരുദ്ധ സേന, അതായത് ആന്റി നക്സൽ ഫോഴ്സ് നിരീക്ഷിച്ചു വരികയാണ്. സുജാത ഭട്ടിനെ മാവോയിസ്റ്റ് ആശയങ്ങളെ പിന്തുണയ്ക്കുന്ന പല ഗ്രൂപ്പുകളുടെയും ഒപ്പം കണ്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള രാമചന്ദ്ര ഭട്ടും പറയുന്നുണ്ട്. 2013 മുതലാണ് ഈ സുജാത ഭട്ടിന്റെ നീക്കങ്ങൾ നക്സൽ വിരുദ്ധ സേന നിരീക്ഷിക്കാൻ തുടങ്ങിയത്. 2003 കസ്തൂർബ മെഡിക്കൽ കോളേജിൽ മകൾ അനന്യ ഭട്ടിനെ കൂട്ടുകാരികൾക്കൊപ്പം മഞ്ജുനാഥ ക്ഷേത്രം സന്ദർശിച്ച ശേഷം കാണാതായി എന്നാണ് ദക്ഷിൺ കന്നഡ SP ഓഫീസിൽ നേരിട്ട് ചെന്ന് സുജാത ഭട്ട് നൽകിയ പരാതി. 2025 ജൂലൈ 15 സുജാത ഭട്ട് ഈ പരാതി നൽകുന്നത് പോലും. പറയുന്ന വിവരം അനുസരിച്ച് അന്ന്, അതായത് 2003 കസ്തൂർബ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിയായിരുന്നു ഈ പറയുന്ന അനന്യ ഭട്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയാണ് ആ ഒരു കഥ മുഴുവൻ മറിയുന്നത്. സത്യത്തിൽ ഇത് വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, വരികൾക്കിടയിലൂടെ മനസ്സിലാകുന്നത്, ഈ സുജാത ഭട്ടിനെ യൂട്യൂബർ സമീറിനെയുമൊക്കെ
പലരും ചേർന്ന് വിലക്കെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഈ യൂട്യൂബർ സമീറാണ് ഇതേക്കുറിച്ചുള്ള, അതായത് ഈ പറയുന്ന ധർമ്മസ്ഥല എന്ന് പറയുന്നത് പെണ്ണുങ്ങളെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു സ്ഥലമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് വലിയ വീഡിയോയൊക്കെ പുറത്തുവിട്ടത്. ഈ പറയുന്ന സുജാത ഭട്ടിനെയും ഇവർ വിലക്കെടുത്തിട്ടുണ്ടാവണം. കൃത്യസമയത്തല്ലായിരുന്നോ ഈ വരവും കാര്യങ്ങളുമെല്ലാം? അതുമാത്രമല്ല, സുജാത ഭട്ട് അവിടെ വന്നതിന് ശേഷം അവരവിടെ വിശ്രമിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ആരോപണം പോലും സുജാത ഭട്ട് പറയുന്നു. വയസ്സായ ഒരു സ്ത്രീക്ക് ഉണ്ടാകാവുന്ന പകപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ. പക്ഷേ സുജാത ഭട്ടിന്റെ മുഖത്ത് അത്തരത്തിലൊരു കാര്യം നിഴലിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അപ്പോൾ കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. മനാഫും കൂടി ഇതിലേക്ക് വരുമ്പോൾ ഇവരുടെ അജണ്ട, അതായത് മനാഫിനെ ഏതാണ്ട് 5 മാസം മുമ്പാണ് സൗജന്യയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ കൗൺസിൽ ഈ ആക്ഷൻ കൗൺസിലേക്ക് വരണമെന്നും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും പറഞ്ഞുകൊണ്ട് ക്ഷണിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ ക്ഷേത്ര നഗരിയെ ഇല്ലാതെയാക്കുക എന്നുള്ളത് പലരുടെയും ആവശ്യമായിരുന്നു എന്നുള്ള കാര്യങ്ങളുമൊക്കെ വരികയാണ്. മാത്രമല്ല, ഈ ഭൂപരിഷ്കരണം വേണമെന്നുള്ള നക്സൽ നേതാവിൻ്റെ അഭിമുഖം ദി ന്യൂസ് മിനിറ്റിൽ വീണ്ടും കൊടുക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഈ ധർമ്മസ്ഥല ക്ഷേത്ര നഗരിക്കെതിരെ വാർത്ത നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വാർത്താ സൈറ്റാണ് ദി ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്നത്. ഈയിടെ അവർ നൽകിയിട്ടുള്ള CPI-ML സെൻട്രൽ കമ്മിറ്റി നേതാവും അഭിഭാഷകനുമായിട്ടുള്ള ക്ലിഫ്റ്റൺ ഡി റൊസാരിയോയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. വാർത്താ ചാനലിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ സുദീപ്തോ മൊണ്ടാലാണ് ഈ ഒരു അഭിമുഖം നടത്തിയത്. അംബേദ്കർ, ഫെമിനിസം, പരിസ്ഥിതി തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന നേതാവ് കൂടിയാണ് ക്ലിഫ്റ്റൺ ഡി റൊസാരിയോ എന്ന് പറയുന്നത്. ഗാസ പലസ്തീൻ അനുകൂല നിലപാടെടുക്കുന്ന നേതാവ് കൂടിയാണ് ഇയാളാണ് ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ശക്തമായ നിലപാടുകൾ പറയുന്നത്. ധർമ്മസ്ഥല ക്ഷേത്രത്തിന് ചുറ്റും 100 കണക്കിന് ഏക്കർ ഭൂമി ട്രസ്റ്റിന്റെ പേരിലുണ്ട്. ധർമ്മസ്ഥല ട്രസ്റ്റ് പലരെയും കുടിയൊഴിച്ചു എന്ന രീതിയിലുള്ള പരാതികളും ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിരുന്നു. ഭൂപരിഷ്കരണം നടക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടെയെന്ന് പൊതുവെ ഒരു പ്രചാരണം കൂടി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ തന്നെ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് വായിച്ചെടുക്കാം. ഇനി പ്രത്യേകിച്ച് ഒരു അന്വേഷണം നടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്നാലും അന്വേഷണം നടക്കട്ടെ. ഇതിന് പിന്നിൽ കളിച്ചവരെ അല്ലെങ്കിൽ പ്രവർത്തിച്ചവരെ എല്ലാം അറസ്റ്റിലാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും BJP ED അന്വേഷണവുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നീക്കത്തിലാണ്, പ്രക്ഷോഭവുമൊക്കെ നടത്തുകയാണ്. എന്തായാലും ED അന്വേഷണം വരട്ടെ. ED അന്വേഷണം മാത്രമല്ല, NIA അന്വേഷണവും കൃത്യമായി വരട്ടെ. അതിനു പിന്നിൽ മതപരിവർത്തന ലോബിയോ മറ്റ് ഭീകരരുടെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും സംഘടനകളോ ഇത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് എന്താണ് ഈ ഒരു കാര്യം? ഇവരെന്തിനാണ് യൂട്യൂബർ സമീറിനെയും സുജാത ഭട്ടിനെയും ഒക്കെ ഇത്തരത്തിൽ വിലക്കെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നുള്ളതുമൊക്കെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഇനി ഒരു ക്ഷേത്ര നഗരിയെ ചുറ്റിപ്പറ്റിയും ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിലെങ്കിലും കൃത്യമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.